രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും സാധാരണക്കാർക്കും സർക്കാർ ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പദ്ധതികളാണ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യമേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായത് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കുള്ള ചികിത്സാ സഹായമാണ്. അപകടം നടന്ന ആദ്യത്തെ 5 ദിവസം ലൈഫ് സേവർ പദ്ധതിയിലൂടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കും. കൂടാതെ ക്യാൻസർ, കുഷ്ഠം, എയ്ഡ്സ് ബാധിതർക്കുള്ള പെൻഷൻ തുകയിൽ 1000 രൂപയുടെ വർധനവും വരുത്തിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ ഏറെ നാളായി കാത്തിരിക്കുന്ന DA, DR കുടിശ്ശികകൾ പൂർണ്ണമായും നൽകാൻ തീരുമാനമായി. ഇതിൻ്റെ ആദ്യ ഗഡു ഫെബ്രുവരിയിലെ ശമ്പളത്തോടൊപ്പവും ബാക്കി മാർച്ചിലും ലഭ്യമാകും. ശമ്പള പരിഷ്കരണത്തിനായി പുതിയ കമ്മീഷനെയും നിയോഗിക്കും. അംഗനവാടി ജീവനക്കാർക്കും ആശാവർക്കർമാർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കും പ്രതിമാസ വേതനത്തിൽ 1000 രൂപ വർദ്ധിച്ചു. അംഗനവാടി ഹെൽപ്പർമാർക്ക് 500 രൂപയുടെ വർധനവുമുണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമാണ് വരുന്നത്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. കൂടാതെ ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുമെന്ന നിർണായക പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതികൾക്കായി 3720 കോടി രൂപയും ക്ഷേമ പെൻഷനുകൾക്കായി 14500 കോടി രൂപയുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് നിർമ്മാണത്തിനായി 1497 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്കായി മുൻ വർഷത്തേക്കാൾ 1000 കോടി രൂപ അധികമായി നൽകും. പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇലക്ട്രിക് ഓട്ടോ വാങ്ങുന്നവർക്ക് പലിശയിൽ 2% ഇളവ് നൽകും. തിരുവനന്തപുരം അങ്കമാലി MC റോഡ് നവീകരണത്തിനായി 5217 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. റിട്ടയർമെന്റ് ഹോമുകൾ സജ്ജമാക്കുന്ന സ്വകാര്യ വ്യക്തികൾക്കും സംഘടനകൾക്കും സർക്കാർ സബ്സിഡിയും നൽകും. ചുരുക്കത്തിൽ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇത്തവണത്തേത്. ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇത്തരം ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.